എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പള്ളിയിൽ ഒരു ജമാഅത്ത് നിസ്കാരം നടക്കുമ്പോ ഒന്നാമത്തെ സപ്പനിക്ക് കിട്ടിയില്ലല്ലോ അല്ലാഹ്. ഇമാമിന്റെ വലത് ഭാഗത്ത് നിൽക്കാൻ എനിക്ക് സാധിച്ചില്ലല്ലോ അല്ലാഹ് എന്നോർത്തുകൊണ്ട് ഏതെങ്കിലും ഒരു സമയത്ത് കഴിഞ്ഞിട്ടുണ്ട്. നീ ഇഷ്ടപ്പെട്ട സീതാരം മരിച്ചുപോയപ്പോ, നീ ഇഷ്ടപ്പെട്ട സീവാദാനം മരിച്ചുപോയപ്പോ, ഒരു കായിക താരം മരിച്ചുപോയപ്പോ, അല്ലെങ്കിൽ ബ്രസീലും അർജന്റീനയും മത്സരം നടത്തുമ്പോ നീ ആരാധന മാത്രമായി കണ്ട ബ്രസീലിന്റെ ഒരു താരം പരാജയപ്പെട്ടപ്പോ എത്ര പ്രാവശ്യം നീ കരഞ്ഞിട്ടുണ്ട് ചെറുപ്പക്കാരാ. എത്രയോ ദിവസം നീ ഭക്ഷണം കഴിക്കാതിരുന്നിട്ടുണ്ട്. എന്നാലൊരു നന്മ ചെയ്യാൻ കഴിയില്ലല്ലോ അല്ല, ഒരു നന്മ ചെയ്യാൻ എനിക്ക് സാധിച്ചില്ലല്ലോ അല്ല എന്ന് ഓർത്തുകൊണ്ട് ഏതെങ്കിലും ഒരു സമയത്ത് കരയാൻ നിനക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അതുകൊണ്ട് പരലോകത്തിന് വേണ്ടി അധ്വാനിച്ചു, പരലോകത്തിന് വേണ്ടി പരിശ്രമിച്ചു. പരിശുദ്ധമായ ഖുർആൻ ശരീഅത്തിലൂടെ, ഹദീസുകളിലൂടെ, പ്രവാചകന്മാർ തറവാക്കപ്പെട്ട നാവിലൂടെ മഹത്വം പറഞ്ഞ ഒരുപാട് പ്രവാചകന്മാരുടെ ചരിത്രം ഇവിടെ പറയുന്നു. അവരുടെ മാർഗം നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് കരുതു. എങ്കിൽ മാത്രമാ നമുക്ക് വിജയിക്കാൻ സാധിക്കുക. അവര് പോയ സ്വർഗത്തിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് കഴിയുക. സഹാബാക്കൾ നന്മകൾക്ക് വേണ്ടിയാ മത്സരിച്ചത്, സുഹൃതങ്ങൾക്ക് വേണ്ടിയാ മത്സരിച്ചത്. ഹബീബുനാ നബി മുഹമ്മദുർ റസൂലുള്ളാഹ്